ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. 1968 മെയ് മാസം 18-ാം തീയതി മുല്ലപ്പള്ളിയിലെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഞാൻ ജനിക്കാനിടയായി. എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. എന്നാൽ വീട്ടിനകത്ത് തികഞ്ഞ ദൈവാശ്രയത്തോടെയുള്ള ഹൈന്ദവാചാരപ്രകാരമുള്ള ജീവിതത്തിൽ അവർ ഉത്സവരായിരുന്നു. 1980 അടുത്ത് എൻ്റെ മാതാവിന് മാരകമായ ഒരു അസുഖമുണ്ടായി. തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൊണ്ടുപോയി ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു വിടുവാനിടയായി തീർന്നു. വീട്ടിൽ വന്ന് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന അവസരത്തിൽ ചെറിയൊരു വിടുതൽ ഉണ്ടായി. മുല്ലപ്പള്ളി മൂശ്ശേരി കവലയിലെ സന്നിപാർശ്വ എന്ന് പറഞ്ഞ തിരുവല്ല, ഇപ്പോൾ തിരുവല്ലയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ സൗഖ്യമാകുകയും അങ്ങനെ ഒരു വിടുതൽ കാണുവാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങൾ അതൊന്നും വലിയ കാര്യമാക്കാതെ മുന്നോട്ട് പോയി. വളരെ തീവ്രമായ ഹിന്ദു വിശ്വാസത്തിലേക്ക് മാറ്റിക്കൊടുവാനിടയായി തീർന്നു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു വർഗീയ സംഘടനയിൽ ഈ സമയത്ത് പ്രവർത്തിക്കാനുള്ളൊരവസരം ഉണ്ടായി. അങ്ങനെ ആ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും മുല്ലപ്പള്ളിയിൽ ഉള്ള ഒരു ബസ്സിൽ ഒരു ജോലിയുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുകയും ചെയ്തു. 1987 സെപ്റ്റംബർ മാസത്തിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ഔചാരികമായിട്ട് കടന്നു പോകാനിടയായി. ഞങ്ങളുടെ ഉദ്ദേശം അവരെ ഉപദ്രവിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അന്ന് രാത്രി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അതിനുശേഷമായി തിരുവല്ല ശാരൻ ബേർഡ് സ്കൂളിലും മണക്കാല തിയോളജി സെമിനാരിയിലും ദൈവജനം പഠിപ്പാൻ കർത്താവ് അവസരം തന്നു. 1991 ഞങ്ങൾ ഞാൻ വിവാഹിതനാകുകയും 92 കോഴിക്കോട് പെരുവണ്ണാമൂഴി എന്ന പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിൽ ശാരൻ ഫെലോഷിപ്പ് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു പോവുകയും ചെയ്തു. വളരെ പ്രതികൂലമായ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അവിടെ വെച്ച് എനിക്ക് ഹാർട്ടിന് പല പ്രാവശ്യം അസുഖം ഉണ്ടാകുകയും കർത്താവ് അവിടുന്ന് മുതൽ തരികയും ഞങ്ങൾ എറണാകുളത്ത് വന്ന് കർത്താവിന് വേല ചെയ്യുന്ന സമയത്ത് വീണ്ടും അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയിലേക്ക് വരികയും എപ്പോഴും നാക്കിനടിയിൽ ഇട്ടുകൊണ്ട് നടക്കാനുള്ള ഗുളിയൊക്കെ അവർ തന്നെങ്കിലും അത് കളഞ്ഞിട്ട് പൂർണ്ണമായ ദൈവാശ്രയത്തിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം ഒരു വാഗ്ദത്ത വചനം തന്നു. പുറപ്പാട് പുസ്തകത്തിലുള്ള വായിക്കുന്ന 15:26 വാക്യമുണ്ടല്ലോ, നീ എൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ മിശ്രവി യാതൊരു വ്യാധി ഞാൻ നിനക്ക് വരുത്തുകയില്ല എന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ ഇടപെടുകയും അതോട് തൊട്ട് ഇരമ്യാ പ്രവചനം 33-6 വാക്യം, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തുന്നുള്ള ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കുകയും അങ്ങനെ ആ വചനത്തിൽ ആശ്രയിച്ച് ആ വചന വെളിപ്പാടോടെ അന്നുവരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നെല്ലാം കളഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയായി. അവിടെ വെച്ച് എൻ്റെ ശരീരത്തിന് വളരെ വണ്ണമായിരുന്നു. നടക്കുവാനും ഇരിക്കാൻ വയ്യാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടി കട്ടിലിൽ കിടക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ദൈവാസൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം എനിക്ക് അത്ഭുതമായ സൗഖ്യം തന്നു. ആ സൗഖ്യം മാത്രമല്ല, അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങളും എനിക്ക് പ്രാപിക്കാനിടയായി തീർന്നു. എൻ്റെ സഭയിലെ സഹോദരന്മാരും വിശ്വാസികളുമൊക്കെ ആ സമയത്ത് എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി സുഖമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നതായിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ എനിക്ക് കർത്താവ് അത്ഭുതമായ സൗഖ്യം തരികയും ദൈവ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഏൽക്കുകയും ആ പ്രാർത്ഥിച്ച ദൈവദാസനോട് തന്നെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞുകൊണ്ട് രോഗശാന്തി നേടുക കർത്താവ് ഭാഗ്യം തന്നു. അതിന് ശേഷമായി 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിന് കിഡ്നിയിലൊരു ചെറിയ അസുഖം ഉണ്ടായി. ഇളയ കുഞ്ഞ് പ്രസവിച്ചതിന് ശേഷമായിട്ട് നാടൻ മരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ മരുന്നുണ്ടാക്കി തന്നെ അവർ പറഞ്ഞു വെള്ളം അധികം കുടിക്കരുത്. അങ്ങനെ വെള്ളം കുടിക്കാതിരുന്ന യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി. അതോടുള്ള ബന്ധത്തിൽ അവർക്ക് കിഡ്നിയിലത് ആ രോഗം ബാധിക്കാനിടയായി തീർന്നു. ഞങ്ങൾ തൃപ്പൂണിത്തുറയുള്ള ദേവി ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് ഇവിടെ പറ്റത്തില്ല, വേറെ എവിടെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ സ്കാനിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു കിഡ്നി 80% മറ്റേ കിഡ്നി പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്നുള്ളതായിരുന്ന നടുക്കുന്ന വാർത്ത ഞങ്ങൾ അറിഞ്ഞു. എന്നാൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു മരുന്നും വേണ്ട, കർത്താവ് എന്നെ സൗഖ്യമാക്കും എന്ന് പറയുകയും ഞങ്ങൾ തിരിച്ച് പാഴ്സലിന് വരികയും ചെയ്തു. ഏതാണ്ട് 3 മാസത്തോളം ഞങ്ങൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടന്ന ഒരു പകലിൽ ഞങ്ങളുടെ CMനോടുള്ള ബന്ധത്തിൽ
ടീം വർക്ക് ഉണ്ടായിരുന്നു. ആ ടീം വർക്കിന് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാനിങ്ങനെ വരുമ്പോൾ എൻ്റെ സഭയിലൊരു പിതാവിനോട് പറഞ്ഞു, അമ്മാമ്മ മരിക്കാൻ തുടങ്ങുകയാണ്, പാസ്റ്റർ അല്പം വെള്ളം തൊട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെ വെള്ളം തൊട്ട് കൊടുക്കാനായിരിക്കും ചെന്നപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ 4 കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്, ഈ 4 കുഞ്ഞുങ്ങളെ തന്നിട്ട് ഇവിടെ നീ എടുക്കുകയാണോ എന്ന് ചോദിച്ച് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എന്നാൽ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് ദൈവമായ കർത്താവെന്ന് നൽകുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തിരുവല്ലായിൽ ഇരവി പേരിലുള്ളതായിരിക്കുന്ന ഒരു ദൈവദാസന് ഈ വെളിപ്പാട് കിട്ടുകയും അതനുസരിച്ച് അദ്ദേഹം തിരുവാണിയിൽ രാവിലെ ഒരു ഞായറാഴ്ച കർത്തൃപകൽക്കാലം കടന്നു വരികയും ചൂര കസറയിലിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് അത്ഭുതമായ സൗഖ്യം തന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ചില ദിവസങ്ങൾ കൂടെ ആ ഭാര്യ സഹോദരി അങ്ങനെ കിടക്കുവാനിടയായി. എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് പൂർണ്ണമായ സൗഖ്യം തന്നു, ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. ചില ദിവസം കഴിഞ്ഞ് വീണ്ടും ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ചില പ്രതികൂലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ ഇളയ കുഞ്ഞ് ഫുള്ളാൻ കഴിപ്പാനിടയായി തീർന്നു. എലിക്ക് വെക്കുവാനായിട്ട് വെച്ച വിഷം അവൾ എടുത്ത് കഴിച്ച് മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ 7 മണിക്കൂർ മരിച്ച് ഇരുന്ന അവസ്ഥയിൽ നിന്ന് എറണാകുളം മെഡിക്കൽ ഹോസ്പിറ്റലിൽ അവർ രാത്രി 12 മണിയായപ്പോൾ പറഞ്ഞു, കുഞ്ഞ് മരിച്ചിട്ടിപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, എത്ര കുട്ടികളുണ്ട്? 4 കുഞ്ഞുങ്ങളുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിശ്ചയമായി നിങ്ങൾ ഈ ഒരു കുഞ്ഞിനെ ചിലപ്പം വിഷം കൊടുത്ത് കൊന്നായിരിക്കും സാധ്യത, അതുകൊണ്ട് ഇത് കേസാക്കണം, പോലീസുകാർ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ കേസ് തയ്യാറാക്കാനും മോശം തയ്യാറാക്കാനൊക്കെ തുനിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ ഭാരത്തോടെ ഇരിക്കുന്ന സമയത്ത് നാളെ ഞാനൊരു കൊലപാതകിയാകുമല്ലോ എന്നുള്ള പത്രവാർത്ത വരുമെന്നുള്ള ദുഃഖം എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഇരിക്കലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ വാർഡിൽ 3ാം നിലയിൽ ICUവിലേക്ക് കടന്നുപോയി. കുഞ്ഞ് അവിടെ സ്ട്രെച്ചറിൽ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ ട്യൂബിട്ട് അവിടെ കിടക്കുകയാണ്. നിശ്ചലമായ ശരീരത്തിൽ ഞങ്ങൾ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അത്ഭുതം വന്ന പകൽ രാത്രി ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. മരിച്ച് 7 മണിക്കൂറായ കുഞ്ഞ് ജീവൻ പ്രാപിച്ചെഴുന്നേറ്റു. ആ ജീവൻ പ്രാപിച്ചെഴുന്നേറ്റിൻ്റെ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് മേച്ചേച്ചിയെ കാണണം, മൂത്ത സഹോദരിയെ കാണണം എന്ന് പറഞ്ഞ് കരച്ചിലുണ്ടാക്കി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെടുത്തു. ഇപ്പോൾ ന്യൂസിലാൻഡിലായിരിക്കുന്ന പ്രിയ ബെന്നി എന്ന് പറയുന്ന ഒരു സഹോദരൻ അന്നെൻ്റെ ചർച്ചിലെ വിശ്വാസിയാണ്. ആ സഹോദരൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് താഴേട്ടിറങ്ങി. എറണാകുളത്ത് അന്ന് നൈറ്റ് കടകളൊക്കെ 6 മണിക്ക് അടയ്ക്കണമെന്നൊരു നിയമം ഏതാണ്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഹോട്ടലിലേക്ക് ചെന്ന് കയറുമ്പോൾ ഈ നൈറ്റ് കടക്കാരെല്ലാം കൂടെ വന്ന് കുറച്ച് മെറ്റിലുമായിട്ട് എറിയുകയും ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരുന്ന ബെന്നിയുടെ തലയിൽ ആ കല്ല് വീഴുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിനകത്തേക്ക് ആ ഹോട്ടലിനകത്തേക്ക് ഞങ്ങൾ ഓടിക്കയറുകയും ഡെസ്കും മേശയൊക്കെ മറിച്ചിട്ട് അതിനകത്ത് കിടന്നു. ആ ബെന്നി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് തിരുവാണിക്ക് പോകാനിടയായിരുന്നു. അതുപോലെ പ്രതികൂലം ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് അനുഭവിക്കാനിടയായി തീർന്നു. എന്നാൽ അന്ന് രാത്രിയിൽ കുഞ്ഞ് സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ് അതിൻ്റെ വയറ്റിൽ നിന്ന് അഫുലിടാൻ തനിയെ വയറ് ഒഴിഞ്ഞു പോയി. അന്ന് വൈകുന്നേരം ഞാൻ ഒരു മുളന്തുരുത്തിയിലെ ചർച്ച ബോർഡിലെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കടന്നുപോയി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള നാട്ടുകാരനെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ കുഞ്ഞ് മരിച്ചുപോയി, വീണ് തല മുറിഞ്ഞാണ് മരിച്ചത്, തല പൊട്ടി തലച്ചോറ് വെളിയിൽ ചാടി, അതിഭയങ്കരമായ കാഴ്ചയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഹാളിലേക്ക് വരുമ്പോൾ ഹാളിൻ്റെ സീറ്റ് മുഴുവൻ ചോര കൊണ്ട് വലിയ തളം കെട്ടി കിടക്കുകയാണ്. ഇന്നലെ വിഷം കഴിച്ച് മരിച്ചു, ഇന്നിപ്പോൾ വീണു മരിച്ചു എന്നുള്ള വാർത്ത അങ്ങ് പരന്നു. ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ സ്റ്റിച്ചിടാൻ പോലും മടിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ തലയിൽ സ്റ്റിച്ചിട്ടാൽ തലച്ചോറിനകത്ത് ബ്ലഡ് ഇറങ്ങിയാൽ നിശ്ചയമായി മരിച്ചു പോകുന്നുണ്ട്, ബ്ലഡ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നലെ വിഷം കഴിച്ച് 7 മണിക്കൂർ കിടന്ന കുഞ്ഞാണ്, ഈ കുഞ്ഞിനെ ഇന്നും ദൈവം സ്നേഹിക്കുന്നു, അതിന് ജീവൻ തരുവാനായിട്ട് ദൈവം ശക്തനാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ ഡോക്ടർമാരെ കൊണ്ട് സ്റ്റിച്ച് ഇടിച്ചപ്പോൾ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം. 3 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. 3ാമത്തെ ദിവസം ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജുമായിട്ട് കടന്നു പോന്നു. ഇന്നും അതിൻ്റെ തലയിൽ വലിയൊരു പാട് അവശേഷിക്കുക. കർത്താവ് ഞങ്ങളെ അത്ഭുതമായി നടത്തുകയും പോറ്റുകയും പിന്നീട് ഇപ്പോൾ ഞങ്ങൾ ഇടുക്കിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. രാജകുമാരി എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലയിൽ കുമ്പളാമ്പൊയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇടത്ത് ചെങ്ങറമുക്കിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ദൈവം തന്ന ചെറിയ വിടുതലിൻ്റെ ശുശ്രൂഷകമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ വർദ്ധിച്ചു വരുന്നു. ദൈവം തന്ന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല സ്ഥലത്ത് കടന്നു പോകുവാനും
അനേകർക്കൊണ്ട് പ്രാർത്ഥിക്കാനും പല അത്ഭുതങ്ങൾ കാണുവാനും കർത്താവ് അവസരം തരുന്നു. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് അനേകർ കടന്നു വരുന്നു, അനേകർ രോഗസൗഖ്യം പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഈ ദിനങ്ങളിൽ കാണത്തക്ക നിലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഈ ദിനങ്ങളിൽ തന്നെ ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങൾ, വലിയ അത്ഭുതങ്ങൾ തന്നെ കണ്ണിന് മുമ്പിൽ ഞങ്ങൾ കാണുവാനായിട്ട് ആമേൻ ഇടയാകുന്നു. ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. യേശു അത്ഭുതം ചെയ്യുന്നുവെന്ന് ഇപ്പോഴും ഞാൻ ആമേനെ വിശ്വസിക്കുന്നു. മാത്രമല്ല അതുപോലെ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യഹോവ നല്ലവൻ നിരൂപിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നുള്ള ദൈവവചനം ഞങ്ങൾ ഓർക്കുകയും എപ്പോഴും അത് ആമേൻ ജീവിതത്തിൽ അങ്ങനെ തന്നെ അനർത്ഥമാക്കത്തക്ക നിലകളിൽ ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എനിക്ക് ബൈബിളിൽ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതിങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്നുള്ള വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. യേശു കർത്താവ് നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. എന്നെ മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന സകലരെയും രക്ഷിപ്പാൻ പ്രാപ്തനാണെന്ന് ഈ ദിനങ്ങളിൽ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുകയും അത് ആമെ കണ്ണിൽ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ നിയോഗം ഏറ്റെടുത്ത് അത് തിരിച്ചറിഞ്ഞ് ദൈവവേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാനും ദൈവശുശ്രൂഷ അധികമായി ചെയ്യുവാനും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം സഹായിക്കും.